എനിക്കൊന്നും ഇവർ ചിലപ്പം ഞാൻ ഫ്ലൈറ്റ് തെറ്റി കയറി പോയ അങ്ങനെ വന്ന ആളാണോ എന്നൊക്കെ ഡൗട്ടുണ്ട്. കാരണം ആരും ഇല്ല, ഇന്ത്യക്കാരും ഇല്ല, ഒരു ഫോറിനറുണ്ട്, ബാക്കിയൊക്കെ ചൈനീസാണ്. ഒരു മിസ്റ്ററി ഫ്ലൈറ്റ് കയറുന്ന കൗതുകത്തോടെയാണ് ഞാൻ ഇത് കയറിയത്. And I have to say I'm pleasantly surprised by this mysterious flight. Oh my god, the meals look so good, no? ഇത് പോക്കാണ്. എല്ലാരും ഞങ്ങളെ നോക്കി കളിയാക്കുന്നത് എന്താ സംഭവം എവിടെ ഇൻഡോർ ജെഫ്രി നമ്മൾ എയർപോർട്ടിനകത്താണ്. ഗൈസ് ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ മെയിൻ സ്ഥലത്തേക്കുള്ള യാത്ര മലേഷ്യയിൽ നിന്ന് തുടങ്ങുവാണ്. സോ നാട്ടിൽ നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റോ ഈവൻ 2 ട്രാൻസിറ്റ് എടുത്ത് പോലും നമുക്ക് ഈ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. സോ വി ആക്ച്വലി ഗോയിങ് ടു ചൈന. ആൻഡ് പക്ഷേ ചൈനയിൽ എങ്ങോട്ടാണ് നിങ്ങളൊന്ന് ഗസ് ചെയ്യുക. ഐ ജസ്റ്റ് ഗിവ് യു വൺ ക്ലൂ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ കോൾഡസ്റ്റ് പ്ലേസസ് ഇൻ ചൈന. അത് മാത്രമല്ല, ഐ തിങ്ക് സോ ദാറ്റ് ഇസ് ദ ഓൺലി പ്ലേസ് ഇൻ ദ വേൾഡ് വേർ a city is made of snow and ice. അത് ഞാൻ ഇതുവരെ നോക്കിയിട്ട് മലയാളത്തിൽ ഒറ്റ വ്ളോഗ് വന്നിട്ടില്ല. സോ അത് കാണാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങോട്ടാണ് നമ്മൾ നേരെ പോകുന്നത്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 5 മണി, 4 മണിയായപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇറങ്ങി. അപ്പോൾ എനിക്ക് ആദ്യമേ ഭയങ്കര ടെൻഷനാണ്. ആ പേര് പോലും പ്രൊണൗൺസ് ചെയ്യാൻ പറ്റാത്തയും ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു ഫ്ലൈറ്റിലാണ് പറക്കുന്നത്. സോ ചെക്കിംഗ് പ്രോസസ്സ് കഴിയുന്നവരെ ഒരു ടെൻഷനായിരിക്കും. ടെൻഷൻ. അപ്പൊ എന്റെ കാര്യം എന്തായിരിക്കും? അത് കഴിഞ്ഞിട്ടുള്ള ടെൻഷൻ. അത് കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങിയിട്ടുള്ള ടെൻഷൻ അത് പിന്നെ പറയാം. തണുപ്പ് മറന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ ഓർമ്മിപ്പിക്കാനായിട്ട്. എനിക്ക് ഈ മലേഷ്യൻ എയർപോർട്ടിൽ ഭയങ്കര ഒരു കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് എന്താണെന്നറിയോ? നമ്മൾ ഏത് ഗേറ്റിൽ ഇറങ്ങിയാൽ ഏത് ഫ്ലൈറ്റിൽ കയറാം എന്നുള്ള ബോർഡ് വരെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്. ഇതുവരെ ഒരു ലോക്കൽ ചൈനീസ് എയർലൈൻസിൽ കയറിയിട്ടില്ല. ഷൈമൻ എയർ എന്നാണ് ഞാൻ പോകുന്ന ഫ്ലൈറ്റിൻ്റെ പേര്. ഐ ഹാവ് നോ ഐഡിയ ഹൗ ഇറ്റ് ഇസ്. ലഗേജ് ഒക്കെ നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. അതൊക്കെ ഞാൻ കൊടുത്തു. എനിക്ക് തോന്നുന്നു പെർ പേഴ്സൺ ഒരു 8,000 ആയി. ആൻഡ് ആ ഒരു ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഇവർ ചെക്കിനൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നാണ് കേട്ടത്. ഹോപ്പ്ഫുള്ളി എവറിത്തിങ് വിൽ ബി ഓക്കെ. ഞാൻ ആക്ച്വലി കുറേ നേരം വേർത്തിട്ട് എപ്പോൾ ഈ ചൈനയിൽ പോകണമെന്ന് നോക്കിയാലും ഒരു ടെൻഷനാണ്. ഭയങ്കര ചെക്കാണ്. ഭയങ്കര ചെക്ക് എന്ന് പറഞ്ഞാൽ അവർ ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്യും. സോ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഇല്ലാതെ കയറി ലഗേജൊക്കെ കയറ്റി വിട്ടു. ഒരു മിസ്റ്റേക്ക് പറ്റി. വെറുതെ 8 രൂപ 16 രൂപ പോയി. കാരണം ഓൾറെഡി ലഗേജ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ടിക്കറ്റിൽ നമ്മൾ നോക്കിയപ്പോൾ 1 പീസേ ഉള്ളായിരുന്നു. ക്യാബിൻ ലഗേജ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ശരിക്കും ഓൾറെഡി നമുക്കൊരു ചെക്ക്ഡ് ഇൻ ലഗേജും ഉണ്ടായിരുന്നു. 16 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എന്തോരം ചൈനീസ് ഫ്രൈഡ് റൈസും ചിക്കനും കഴിക്കാനും. അതെ. അപ്പോൾ എക്സ്ട്രാ ലഗേജിന് വെറുതെ നമ്മൾ എടുത്ത് പെപ്രാളം പിടിച്ച്. സോ അത് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇനി നേരെ നമ്മൾ കുറച്ച് ടൈമുണ്ട്. ഇവിടേക്ക് ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഷൈമേൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ ട്രാൻസിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫൈനൽ സ്ഥലത്തേക്ക് പോകുന്നത്. അത് നിങ്ങൾ ഗസ് ചെയ്യണം. ഇത്രയും നമ്മൾ ക്യൂ ഒക്കെ പറഞ്ഞല്ലോ. സോ $500 million കണ്ടു കൊടുത്ത് പണിയുന്ന ഒരു സ്നോ സിറ്റിയാണ് ഇതിപ്പോൾ. ഇത് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. ബട്ട് വി ആർ വെരി എക്സൈറ്റഡ് ഷോ ദാറ്റ് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഞാൻ പറഞ്ഞ ടോപ്പ് 3 ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങളീ പോകുന്നത്. അങ്ങനെ കോലാലംപൂർ എയർപോർട്ടിൽ ഇനി ഏകദേശം ഒരു 1.5-2 മണിക്കൂർ നമുക്ക് കറങ്ങാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞ് കാണാം. ഞാൻ ലോഞ്ചിൽ വൃത്തിയുടെ കാര്യത്തിലൊക്കെ ഓൾമോസ്റ്റ് സിംഗപ്പൂർ പോലെ തന്നെ പിടിക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഫുൾ കാർപ്പറ്റ് ഇട്ട എയർപോർട്ടിൻ്റെ ഡ്യൂട്ടി ഫ്രീ ഏരിയയും എല്ലാം വലിയ ബ്രാൻഡ്സും. ഒബ്വിയസ്ലി സിംഗപ്പൂർ എയർപോർട്ടിന് അത്രയൊന്നും വരില്ലെങ്കിൽ പോലും ഒരുപാട് കടകളും സംഭവങ്ങളും ക്ലീനിനെസ്സും എല്ലാം ഉണ്ട്. മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓൺലി തിങ് ഐ എം ഷോക്ക്ഡ് ഇസ് എയർപോർട്ട് ഓൾമോസ്റ്റ് കാലിയാണ്. എനിക്കൊന്ന് എല്ലാം ഈ ലേറ്റ് നൈറ്റ് ഫ്ലൈറ്റ്സിലേക്കായിരിക്കും തിരക്കുള്ളത്. ഈ മോർണിംഗ് ഫ്ലൈറ്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് അധികം ഫ്ലൈറ്റ്സ് ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇതുവരെ ഞാൻ ഈ ഒരു എയർപോർട്ട് ഇത്രയും തിരക്കില്ലാതെ കണ്ടിട്ടേ ഇല്ല. സത്യം, നമ്മളെല്ലാം നൈറ്റ് ഫ്ലൈറ്റ്സ് അല്ല എപ്പോഴും. അതെ, നമ്മൾ ബസ് എടുക്കണം എന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ വേറെ നമ്മുടെ C4 ആണ്. അത് ആദ്യമായിട്ടാണല്ലോ ടെർമിനൽ അകത്ത് വന്നിട്ട് ബസ് എടുത്ത് പോകുന്നത്. സാധാരണ ചിലപ്പോൾ മെട്രോ ഒക്കെ ഉണ്ടാവാറില്ലേ. വേഗം പോയിക്കോ, എല്ലാവരും ഓടുന്നുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് ആണോ? 8 മണിക്കല്ലേ. ഇതേ നമ്മൾ അറിയാതൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം ബസ്സൊക്കെ കയറി ട്രാൻസ്ഫർ ചെയ്ത് പോകണ്ടേ. സോ ഗേറ്റൊക്കെ നോക്കി നേരത്തെ വരുമോ KLIA എയർപോർട്ടിൽ വേറെ സ്ഥലത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ. സോ ഒരു 5 മിനിറ്റ് റൈഡിന് ശേഷം നമ്മൾ എത്തിയാണ്. ഞാൻ വിചാരിച്ചു ഈ ടെർമിനലിൽ ഒന്നും കാണില്ല എന്ന്. പക്ഷെ ഇവിടെ സെറ്റപ്പാണ്. മലേഷ്യയുടെ അപ്പോൾ ഇത്രയും വലിയ എയർപോർട്ടാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരുപാട് ടെർമിനൽസും ഉണ്ട്. പക്ഷെ എല്ലായിടത്തും ഷോപ്പുണ്ട്. പക്ഷെ ഇതെനിക്കൊന്ന് പഴയതാണ്. കാരണം ഇത് കണ്ടോ, ടൈലൊക്കെയാണ്, കാർപ്പറ്റ് ഒന്നുമില്ല. വെൽ മെയിൻറ്റൈൻഡ് ആവും.
ഗൈസ് എല്ലാ സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞ് കറക്റ്റ് ടൈമിന് ബോർഡിംഗ് ഒന്നും അധികം ആരുമില്ല കേട്ടോ. എന്നിട്ട് ഇവർ 2-3 തവണ എന്നോട് ചോദിക്കുക ഐ ഗോയിങ് ടു ഷവ്മെയിൻ ഞാൻ പറഞ്ഞു ഐ എം ഗോയിങ് ടു ഷവ്മെയിൻ ഫോർ ട്രാൻസിറ്റ് ഫ്രം ദർ ഐ എം ഗോയിങ് ടു അനദർ പ്ലേസ്. എനിക്കൊന്നു ഇവർ ചിലപ്പം ഞാൻ ഫ്ലൈറ്റ് തെറ്റി കയറി പോയ അങ്ങനെ വന്ന ആളാണോ എന്നൊക്കെ ഡൗട്ടുണ്ട്. കാരണം ആരും ഇല്ല, ഇന്ത്യക്കാരും ഇല്ല, ഒരു ഫോറിനറുണ്ട്, ബാക്കിയൊക്കെ ചൈനീസാണ്. ഈ രാജ്യത്തേക്ക് ഈ ഒരു സെക്ടറിലേക്ക് എനിക്ക് തോന്നുന്നില്ല അധികം ടൂറിസ്റ്റോ അറ്റ്ലീസ്റ്റ് ഇൻ്റർനാഷണൽ ടൂറിസ്റ്റോ അല്ലെങ്കിൽ ഇന്ത്യക്കാരോ അല്ലെങ്കിൽ ഫോറിനേഴ്സോ ഒക്കെ പോകുന്നുണ്ടെന്നേ. ഈ സാധാരണ പ്രിയയും വേദവും ഇല്ലാതെ വേദവും ഇല്ലാതെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ എമർജൻസി റൂം ചോദിക്കും. കാരണം ലെഗ് സ്പേസ് കൂടുതലുണ്ടല്ലോ. ആദ്യമായിട്ടാണ് സാധാരണ ഫുൾ അല്ലെങ്കിൽ നമുക്ക് തരും. ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് അങ്ങനത്തെവർക്കാണ് കൊടുക്കാത്തത്. പക്ഷേ ഇവർ എന്താ റിക്വയർമെൻറ്റ് പറഞ്ഞതെന്നറിയോ? ചൈനീസ് സംസാരിക്കണമെന്ന്. ചൈനീസ് സംസാരിച്ചാൽ മാത്രമേ എമർജൻസി റൂ തരാൻ പറ്റുള്ളൂ. ഈ ചൈന ആക്ച്വലി ടോട്ടലി ദർ ഇസ് റെസ്റ്റ് ഓഫ് ദ വേൾഡ് ആൻഡ് ദെൻ ദർ ഇസ് ചൈന എന്ന് എനിക്ക് തോന്നുന്നത്. അതൊരു വേറെ ലോകം തന്നെയാണ് ശരിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ എക്സൈറ്റഡ് ആണ് കേട്ടോ. ഒന്ന് ഓബിയസ്ലി പോകുന്നുണ്ട്, പിന്നെ എനിക്ക് ഒരു ലോക്കൽ ഇതുപോലത്തെ ചൈനയുടെ ഫ്ലൈറ്റ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ചൈനയിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സ് ഉള്ളതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഓൺ ഫ്ലൈറ്റ്സ് ഉള്ളത്. ഇവർക്ക് ഏകദേശം ഒരു 16 എയർലൈൻസും കാണുന്നുണ്ട്. സോ ആദ്യമായിട്ടാണ് ഒരു പ്രോപ്പർ ചൈന എയർലൈൻസിലേക്ക് ഫ്ലൈ ചെയ്യുന്നത്. ഫ്രണ്ടിൽ ഇതുപോലെ ഒരു 6 ബിസിനസ് ക്ലാസ് സീറ്റ്സ് ഉണ്ട്. എനിക്ക് ഏകദേശം നമ്മുടെ ഒരു ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ ഒക്കെ ഒരു ലുക്കാണ് തോന്നുന്നത്. കുറച്ചും കൂടെ ബെറ്റർ സീറ്റിംഗ് പോലെ. 3 സീറ്റ് ഒരു സൈഡിൽ, 3 സീറ്റ് വേറെ സൈഡിൽ. എനിക്കൊന്ന് അത്യാവശ്യം ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട്. എന്തായാലും പോയി ഇരിക്കട്ടെ. ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് ഫുള്ള് തന്നെയാണ്. ഇതാണ് ഞങ്ങളുടെ വിൻഡോയും ഇല്ല, അപ്പോൾ വ്യൂ ഒന്നും കാണാൻ പറ്റില്ല. ടോയ്ലറ്റൊക്കെ ഓക്കെയാണ് കേട്ടോ, അത്യാവശ്യം ക്ലീൻ ആണ്. അതുപോലെ മോയ്സ്ചറൈസറും കോമ്പും സാനിറ്റൈസറൊക്കെ വെച്ചിട്ടുണ്ട്. കൺജസ്റ്റഡ് ആണ്, പക്ഷേ എനിക്കൊന്ന് എയറേഷനൊക്കെ കാട്ടി ബെറ്റർ ആയിട്ടുള്ള ഫ്ലൈറ്റ് ആണ്. ഞാൻ ജസ്റ്റ് ഫിറ്റ് ആവുന്നേ ഉള്ളൂ. ഗൈസ്, ഇത് ശരിക്കും ഒരു ബഡ്ജറ്റ് ഫ്ലൈറ്റ് തന്നെയാണ്. പക്ഷേ കമ്പയർ ടു എയർ ഏഷ്യൻ ആൾ കുറച്ചും കൂടെ സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ എനിക്കൊന്ന് മീലും കിട്ടുമായിരിക്കും. സോ ചൈനീസ് മീല് ഫസ്റ്റ് നമ്മുടെ ചൈനീസ് മീലായിരിക്കും. ഇവിടെ ആ കൂടെ ഒരു കള്ളുപ്പിയാണോ പെർഫ്യൂമാണോ എന്ന് അറിയില്ല, അതിൻ്റെ മാത്രം ഒരു പടമുണ്ട്. എന്തായാലും ഒരു ബഡ്ജറ്റ് ചൈനീസ് ഫ്ലൈറ്റിൽ പറക്കാൻ പറ്റിയല്ലോ, അത് മതി. മാഗസീനും ഇല്ല, ഒന്നുമില്ല, ചാർജിങ് കേബിളില്ല, ചാർജിങ് പോർട്ടില്ല. ആ കൂടെ ഒരു വലിയ മനുഷ്യനുണ്ട് സൈഡിൽ, വേറെ ഒന്നുമില്ല. ബാക്കി എല്ലാവരും ചെറിയ ആൾക്കാർ. ഇത് കണ്ട ഈ ടെർമിനലിൽ മൊത്തം എനിക്കൊന്ന് ചൈനയിലേക്കുള്ള ഫ്ലൈറ്റാണ്. അത് ചൈന സദേൺ എന്ന് പറഞ്ഞ ഫ്ലൈറ്റാണ്. വേറെ അപ്ലൈറ്റ് ചെയ്ത് നമ്മൾ ഷിസ്വാനില്ലേ, ഷിസ്വാൻ സോസ്, അതുപോലെ ഷിസ്വാൻ എന്നെങ്ങാണ്ട് പറഞ്ഞ ഒരു ഫ്ലൈറ്റ് കണ്ടായിരുന്നു. ഒരാൾ ഫ്ലൈറ്റ് കയറുമ്പോൾ തൊട്ട് ഇതുപോലെ തൂങ്ങി ഉറങ്ങും. എന്നിട്ട് ഉറങ്ങിയെന്ന് വല്ലതും നമ്മൾ പറഞ്ഞാലോ ഭയങ്കര ദേഷ്യം. ഞാൻ ഉറങ്ങിയിട്ടൊന്നും ഇല്ലെന്ന് പറയും. ഫ്ലൈറ്റ് ഉണ്ടല്ലോ ഗൈസ്, എനിക്കൊന്ന് ഭയങ്കര ഫാമിലി ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാത്ത ഈ കുട്ടികളുടെ പോലത്തെ ഇമേജസ് ഒക്കെ വെച്ച് ഈവൻ ദ ക്രൂ ഇസ് ആക്ച്വലി വെരി ഫ്രണ്ട്ലി. ഇതുണ്ടോ കംപ്ലീറ്റ് ഒരു സ്റ്റിക്കേഴ്സ് ഒക്കെ വെച്ച് ഒരു കുട്ടികളും ഫാമിലി ഫ്രണ്ട്ലി ഫ്ലൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അത്യാവശ്യം എനിക്ക് നല്ല AC, നല്ല സ്പേസ് എല്ലാം ഉണ്ട്. ഒരു ബഡ്ജറ്റ് എയർലൈൻസ് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതെ, ഞങ്ങൾ ക്ലൗഡ്സിൻ്റെ ഇടയിൽ കൂടെയാണ്. ഇപ്പം ടേക്ക് ഓഫ് കഴിഞ്ഞു, കുറച്ച് നേരമായി. ഈ കുറച്ച് നേരം ഉറങ്ങട്ടെ. ഹോപ്പ്ഫുള്ളി ഭക്ഷണം കിട്ടും. കാരണം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇതിൽ ഭക്ഷണം ഉണ്ടോ ഇല്ലയെന്ന് ഒരു ഐഡിയ ഇല്ല. ഒരാൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാത്തതുകൊണ്ട് ഭയങ്കര വിശപ്പ്. അല്ലെങ്കിൽ ഉറക്കമുണ്ട്, ഞാൻ കൂടെ വിശപ്പ്. ഇത് കണ്ട ഡ്രോപ്പ് ഡൗൺ സ്ക്രീനാണ് വരുന്നത്. കണ്ട സിനിമയോ എന്തെങ്കിലും സീരീസ് ഒക്കെ അവിടെ തന്നെ പ്ലേ ചെയ്യും. പക്ഷെ ചൈന ഭാഷയാണ്. പക്ഷെ അതല്ല, അവരിവിടെ നമുക്ക് നട്ട്സ് വരെ കൊണ്ടുവന്ന് തന്നു. ബഡ്ജറ്റ് എയർലൈൻസ് ആണെങ്കിൽ പോലും നട്ട്സ് തന്നിട്ടുണ്ട്. അത് ആൽമണ്ട്സും പീനട്സും ആണ്. ആൻഡ് ഒരു ബോട്ടിൽ വെള്ളം. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ സീറ്റിൽ. ടിഷ്യൂ തന്നല്ലേ. ബഡ്ജറ്റ് ആണെങ്കിലും ഫുൾ മീലാണ് അവർ തരുന്നത്. ഡ്രിങ്ക്സ് ഇല്ലാന്ന് തോന്നുന്നു, മീലായിട്ടുണ്ട്. സോ ദേ ഗോട്ട് സം ഡെസേർട്ട് ഉണ്ടല്ലോ, ഡ്രിങ്ക്സും ഉണ്ട്. അപ്പോൾ ഒരു പ്രോപ്പർ ഫ്ലൈറ്റിന്റെ ഫുഡൊക്കെ തരുന്നത്. ഇത് എന്തോ ഡെസേർട്ട് എല്ലാം ചൈനീസ് സംഭവമാണ്. ഫ്രൂട്ട് എന്താ, കുറച്ച് ക്രാക്കേഴ്സ്, വെജിറ്റബിൾ ക്രാക്കേഴ്സ്. ആൻഡ് മെയിൻ മീല് ആൻഡ് മെയിൻ ഫുഡ്. നമുക്ക് പാസ്റ്റയുടെ ചോയ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഇത് എഗ് ഫ്രൈഡ് റൈസ്, ചിക്കൻ ആൻഡ് സം വെജിറ്റബിൾ ആണ്. അതിൽ ഇത്രയൊക്കെ കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇത്
ചിക്കൻ ഇല്ലേ, ചിക്കൻ്റെ സോസിൽ സോയ സോസും എഗ്ഗും വെച്ചിട്ട ഒരു ചിക്കൻ്റെ കറി പോലെയാണ്. എഗ് ഫ്രൈഡ് റൈസ് നല്ല പ്ലെയിൻ എഗ് ഫ്രൈഡ് റൈസ്, അധികം സോൾട്ടി അല്ല, അധികം എന്താ പറയുക കുക്ക്ഡ് അല്ല, സാധാരണ കുഴഞ്ഞു കിടക്കല്ലേ, ഇത് അതുമില്ല. കൂടെ അവർ കുറച്ച് വെജിറ്റബിൾസ് തന്നിട്ടുണ്ട്. ഇതുപോലെ ക്യാരറ്റും പിക്കിളൊക്കെ സ്റ്റീംഡ് ആണ്. ഇത് ചൈനയിൽ പോകുമ്പോൾ എന്തായാലും കുറെ ഹെൽത്തി ഫുഡ് കഴിക്കും, കുറെ പച്ചക്കറി കയറും, അത് ഉറപ്പാണ്. ഫൈനലി ഡെസേർട്ട്. ഇത് കണ്ടിട്ട് ഇത് കോക്കനട്ടും കേക്കും പിസ്തയോ നോക്കട്ടെ, ഒരു മിക്സ് ആണ്. കോക്കനട്ട് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടം. ഒരു വെനില സ്പഞ്ച് കേക്കിൽ പാന്താന്റെ ഫ്ലേവർ ആണ്, മുകളിൽ കോക്കനട്ടും ചെറിയ ക്രീമും, പക്ഷെ ഒട്ടും ഉണങ്ങിയിട്ടൊന്നുമില്ല. ആക്ച്വലി ഇറ്റ്സ് എൻ അമേസിംഗ് മീൽ ആയിരുന്നു. നല്ല സർവീസ് ആണ് ഇവരുടെ എയർ ഹോസ്റ്റസിന്റെ സ്റ്റാഫുകളുടെ ഒക്കെ. ഇംഗ്ലീഷ് അറിയാത്തതിന്റെ ഒരു പരിമിതി മാത്രമേ, പക്ഷെ വെരി ഫ്രണ്ട്ലി. ഞാൻ ആക്ച്വലി ചൈനീസ് ഒരു ഫ്ലൈറ്റ് ഇപ്പോൾ ഒരു മിസ്റ്ററി ഫ്ലൈറ്റ്, കാരണം അധികം നിങ്ങൾ യൂട്യൂബൊക്കെ അടിച്ചു നോക്കിയാലും അധികം റിവ്യൂസ് ഒന്നുമില്ല ഈ ചൈനേനൊക്കെ കുറിച്ച്. പക്ഷെ ഒരു മിസ്റ്ററി ഫ്ലൈറ്റ് കയറുന്ന കൗതുകത്തോടെയാണ് ഞാൻ ഇത് കയറിയത്. ആൻഡ് ഐ ഹാവ് ടു സേ ഐ ആം പ്ലസന്റ്ലി സർപ്രൈസ്ഡ് ബൈ ദിസ് മിസ്റ്റീരിയസ് ഫ്ലൈറ്റ്. ഗൈസ്, ഞങ്ങളിത് ഷൈമേൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇറങ്ങുന്നില്ല, ഇവിടെ നമുക്കൊരു 6 മണിക്കൂർ ട്രാൻസിറ്റ് ഉണ്ട്. സോ ഇറ്റ് ഈസ് റെയിനിങ് ഹെവിലി ഹിയർ. ഈ ഒരു കണ്ടീഷൻ നമ്മൾ പോകുന്നിടത്തേക്ക് ഉണ്ടാവാതെ ഇരുന്നാൽ മതിയായിരുന്നു. കൊച്ചു ഇതാന്ന് തോന്നുന്നു കേട്ടോ, കൊച്ചൊരു സ്ഥലമാണെന്ന് തോന്നുന്നു, കൊച്ചു രാജ്യമാണെന്ന് തോന്നുന്നു. എന്നാലും ചൈനയിൽ കൊച്ചെന്ന് പറഞ്ഞാലും വലുതാണല്ലോ. അപ്പോൾ ഗൈസ്, വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ചൈന. ഞങ്ങൾ ഷൈമേൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഷൈമേൻ എയർപോർട്ടിൽ. നല്ല മഴയാണ്. ഇവിടുത്തെ ട്രാൻസ്ഫർ ഒക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ എല്ലായിടത്തും സ്റ്റാഫുകളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഒരു 6 മണിക്കൂറുണ്ട്. എന്ന് പറയുമ്പോൾ ഒരു 6 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് മാറി ഇനിയും 4.5 മണിക്കൂർ പറക്കണം. ഇതൊന്നൊരു പഴയ എയർപോർട്ട് തന്നെയാണ്. ഇതിൻ്റെ ഫ്ലോറിങ് കണ്ടാലാണ് നമുക്ക് എയർപോർട്ട് പഴയതാണോ പുതിയതാണോ, പഴയ മാർബിൾ, പക്ഷേ അതിലും ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആരുമില്ലല്ലേ, എന്താ ഇത്, ഒരു പ്രേതാലയം പോലെ. ഫുൾ മിസ്റ്ററിയാണ് കേട്ടോ ചൈന, ഫുൾ മിസ്റ്ററിയാണ്, ഒന്നും മനസ്സിലാവുന്നില്ല. അയ്യോ, ഇതൊക്കെ നോക്ക്, ഏതോ പഴയ വേൾഡ് വാർ ടൈപ്പിലൊക്കെ ഉണ്ടാക്കിയ ബിൽഡിംഗ് പോലെയുണ്ട്. ഗൈസ്, ഞങ്ങൾ ഫുൾ ടെൻഷനാണ് കേട്ടോ എപ്പോഴും ചൈന വരുമ്പോൾ. ശരിക്കും പേടിച്ച്, കാരണം ഇവിടെ ഇപ്പം ഞാൻ പോലെ ടൂറിസ്റ്റ് ഒഫീഷ്യലി അവർ അലൗ ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ബിസിനസ് വിസയിലാണ് വന്നത്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ലൈസൻസ്, നമ്മുടെ GST, ഇവിടുന്ന് കിട്ടിയ ഇൻവിറ്റേഷൻ എല്ലാം ചോദിക്കും. സോ നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചൈന വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ടൂറിസ്റ്റായിട്ട്, വെറുതെ ഒരു പേരിന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് എല്ലാ ഡോക്യുമെൻറ്റ്സ് പക്കയാണെങ്കിൽ മാത്രം ചൈനയിലേക്ക് പോവാം. അപ്പോൾ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എമിഗ്രേഷൻ ക്ലിയർ ചെയ്തിട്ടാണ് പിന്നെയും നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം എന്ന് തോന്നുന്നു. ഫുൾ കൺഫ്യൂഷൻ. അപ്പൊ ലഗേജ് എടുക്കണോ, ഇത് കാണുമ്പോൾ തന്നെ കൺഫ്യൂഷൻ, ഫുൾ കൺഫ്യൂഷൻ ആണ്. ട്രാൻസിറ്റ് എവിടെ എടുക്കണമെന്ന് പറയുമ്പോൾ ആ ചേച്ചിനോട് ചോദിക്കാം. ഞങ്ങളിത് ഷൈമേനിലെത്തി. അപ്പൊ ഫസ്റ്റ് ചൈനയിൽ, അതെ, ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് വേറെ ട്രാൻസ്ഫർ ചെയ്യണം കേട്ടോ. ഇതൊന്നും നമുക്കൊരു ഐഡിയയും കിട്ടുന്നില്ല എങ്ങനെയാന്ന്, ഫുൾ കൺഫ്യൂഷൻ. പക്ഷെ വേഗം അത് പുറത്തിറങ്ങി തണുപ്പറിയണോ, ഷൈമേനിലെ തണുപ്പൊന്നറിയട്ടെ. അപ്പോൾ നിങ്ങളും ഞങ്ങളുടെ ഇവിടെ തന്നെ വാ കേട്ടോ, തണുപ്പത്ത്. എന്തായാലും -30 ഇവിടുത്തെ ആൾക്കാരുടെ ഡ്രസ്സിങ് കണ്ടാലേ അറിയാം. നോക്കട്ടെ. പക്ഷെ ഇവിടെ കയറി ചിലപ്പോൾ ഇനി തിരിച്ച് കയറാൻ പറ്റുമോ അത്? ഇത് വേണ്ട കേട്ടാ, ചെക്കിംഗ് ഒക്കെ ഉണ്ട് തിരിച്ച് കയറാൻ. ഞങ്ങൾ കയറുന്നില്ല, ഞങ്ങൾക്ക് ഇതേ വെളി പോകണമെന്നുണ്ട്, പക്ഷെ പോകുന്നില്ല. തൊട്ടടുത്താണ്, പക്ഷെ തൊട്ടടുത്തല്ല, എത്തിയിട്ടില്ല. നമ്മളിപ്പോഴും ചൈന എത്തിയിട്ടില്ല, ചൈനയിൽ കാല് കുത്തിയിട്ടില്ല. വാ എന്നാ നമുക്ക് തപ്പി പോവാം. ട്രാൻസ്ഫർ പാസഞ്ചർ ലോഞ്ച് ഒക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ ട്രാൻസിറ്റ് പോകുന്നതിന് മുമ്പ് ഇത് ഇവിടെ സിം എടുക്കാൻ നോക്കുന്നുണ്ട്, ജെഫിനോട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇതുണ്ട്, വെൻഡിങ് മെഷീൻസ് ഒക്കെ ഉണ്ട്. നല്ല എക്സ്പെൻസീവ് അല്ലാത്ത ഡ്രിങ്കിനൊക്കെ ഒരു 40 രൂപ 30 രൂപ ആ റേഞ്ചിലുള്ള വെൻഡിങ് മെഷീൻസ് ഉണ്ട്. അതല്ലാതെ നല്ല ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ഉണ്ട്. ഇത് കോസ്റ്റ് 200. പക്ഷേ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് സ്കാൻ ചെയ്ത് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. സ്കാൻ ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ വീചാറ്റ് അല്ലെങ്കിൽ ആലിപ്പേ. ഞാൻ ആലിപ്പേ ഉപയോഗിക്കുന്നത്. ആലിപ്പേ ഇല്ലാതെ നിങ്ങളിവിടെ വന്നിട്ട് ഒരു കാര്യമില്ല ചൈനയിൽ. നമുക്ക് ചൈനയിൽ വന്നു കഴിഞ്ഞാൽ ആലിപ്പേ അല്ലെങ്കിൽ വീചാറ്റ്, ആക്ച്വലി ഐഡിയലി ഇത് രണ്ടും, ആലിപ്പേ നാട്ടിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത്
നമ്മൾ നാട്ടിലത്തെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അതായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ എളുപ്പം പെട്ടിക്കട തൊട്ട് ടാക്സി തൊട്ട് വെൻഡിങ് മെഷീൻസ് എല്ലാം ആലിപ്പേ എടുക്കും. നമ്മുടെ ഗൂഗിൾ പേ പോലെ തന്നെയാണ് ഉപയോഗിക്കുക, അതിനെ കുറച്ച് അഡ്വാൻസ് വേർഷൻ. പക്ഷേ ക്യാഷും കാർഡുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു സർവൈവ് ആണ് ഇൻ ചൈന. ഇതും ചൈനയിൽ ഇവിടെ ഇത് നമ്മുടെ 7-Eleven ഒന്നുമല്ല, ഇത് എന്തോ ഗുഡ് സ്പോട്ട് എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷേ ഇന്ന് ഗുണം എന്താണെന്നറിയോ, നമുക്ക് അഫോർഡബിളായിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും. ഇപ്പം ഇംഗ്ലീഷിൽ ബോർഡ്സും ഉണ്ട്, ദാറ്റ്സ് അമേസിങ്. നോ, ചൈനയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ ഇംഗ്ലീഷ് ബോർഡ്സ് വരുന്നത്. സോ ഇവിടെ കഫേ ലാറ്റെ 140 into 11 ആണ്, സോ അറൗണ്ട് 145. അമേരിക്കാനോ ഇസ് ലൈക്ക് അറൗണ്ട് 100 രൂപ. സ്റ്റാർബക്സ് കോഫി 130. നാട്ടിലൊക്കെ നമ്മൾ ഒന്ന് എയർപോർട്ടിൽ ദാഹിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക് കൊടുക്കുന്ന പ്രൈസ്. എല്ലാ സംഭവങ്ങളുണ്ട്. ബൺസ്, ഇപ്പോൾ ആസ് എ ഫോറിനർ ഇഫ് യു ഹാവ് സം ബ്രെഡ് ജാം ആൻഡ് ക്രീം, സ്ട്രോബെറി ബ്രെഡ് ആൻഡ് ജാം, ഇതൊക്കെ കണ്ടിട്ട് ഇപ്പോൾ എനിക്ക് തന്നെ കഴിക്കാൻ തോന്നും. എന്തോരം സാധനങ്ങളാണ് നോക്ക്. മുകളിൽ നിങ്ങൾ കണ്ടോളൂ കേക്ക്സ്, ഇതാണ് സ്ട്രോബെറി ജാംസ്, പിന്നെ എല്ലാം ഉണ്ട് കേട്ടോ. സാൻഡ്വിച്ചസ്, ക്രോസോൺസ്, ചോക്ലേറ്റ്സ്, ഓൾ അമേസിങ്. പക്ഷേ സ്നിക്കേഴ്സൊക്കെ എഴുതിയിരിക്കുന്നത് ചൈനീസ് ഭാഷയിലാണ്. ഇത് ശരിക്കും മണ്ടന്മാർ ലണ്ടനിൽ പോയതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കയറി ഇറങ്ങി നമുക്ക് ഇവിടെ വന്ന് ഡൊമസ്റ്റിക്കിലേക്കൊക്കെ മാറണമല്ലോ. സോ അതൊന്നും നമ്മൾ ഓർക്കുന്നില്ല. നമ്മൾ സാധാരണ ട്രാൻസ്ഫർ പോലെ ട്രാൻസ്ഫർ ചെയ്ത് പോവാണ്. ഇതിപ്പോൾ എവിടെ നോക്കിയോ ഇറങ്ങി എവിടെ നോക്കിയോ കയറി ഇങ്ങനെ പോവാ. വിശപ്പ് മാത്രമുണ്ട്. 3-4 മണിക്കൂറുള്ള കുഴപ്പമില്ല. അതെ, സത്യം കേട്ടോ. നമുക്ക് പോർക്ക് റൈസ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഒരു കൺവീനിയൻസ് സ്റ്റോറിൽ തന്നെ വന്ന് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ ഫ്ലൈറ്റ് 6 മണിക്കാണ്, അതും 4.25 മണിക്കൂർ ഫ്ലൈറ്റ് ഉണ്ട്. സോ ഇവിടെ നിന്ന് എന്താ ഓർഡർ ചെയ്തതെന്ന് കാണിച്ചു തരാം. മറ്റേ 7-Eleven പോലത്തെ സെറ്റപ്പ് തന്നെ ഫുഡ്, പക്ഷെ ക്വാണ്ടിറ്റി കുറച്ചും കൂടെ കൂടുതലുണ്ട്. റേറ്റ് കുറച്ചും കൂടെ കുറവാന്ന് തോന്നുന്നു. 7-Eleven കാട്ടി കുറവല്ലേ, ക്വാണ്ടിറ്റി കൂടുതലോ. ജെഫ്രിൻ്റെ ഫുഡ് കാണിച്ചു തരാം, കണ്ടിട്ട് ഭയങ്കര ടെംപ്റ്റിങ്. ജെഫ്രിൻ്റെ നോക്ക് നല്ല സ്റ്റീമിങ് ഹോട്ട് ബീഫ് അല്ല ചിക്കൻ പെപ്പർ റൈസ് ആണ്. സോ യു ഗോട്ട് പെപ്പർ, ക്യാപ്സിക്കം, ചിക്കൻ, അടിയിൽ സ്റ്റീം റൈസ്, അണിയൻസ്, പൊട്ടറ്റോ ഉണ്ട് അല്ലേ, എല്ലാം ഉണ്ട്. നല്ലൊരു റിച്ച് മീലാട്ടാ. 140 രൂപ അത്രല്ലേ ഉള്ളൂ. കൊള്ളാമല്ലോ അല്ലേ. അപ്പോൾ ചൈനയിൽ ഇങ്ങനത്തെ എല്ലായിടത്തും കിട്ടിയ ഫുഡ് വിളിക്കും മിക്കവാറും. നമ്മൾ പിന്നെ അവിടെ മാത്രമേ കഴിക്കുള്ളൂ. ഇവിടുത്തെ എല്ലാത്തിൻ്റെയും ബ്രാൻഡിങ് ഒക്കെ വ്യത്യാസം കേട്ടോ. ഇതുണ്ട് 7up ഇസ് വെരി ടേസ്റ്റി. ഇത് 0 ആണ്, പക്ഷെ ഇറ്റ്സ് ലൈക്ക് ഓറഞ്ച് ആൻഡ് ലെമൺ മിക്സ് ആണ്. ഇറ്റ്സ് ടേസ്റ്റിംഗ് റിയലി ഗുഡ്. ആൻഡ് ദെൻ ഇത് നോക്ക് ഇവരുടെ പോർക്ക് റൈസ്. സോ യു ഗോട്ട് പോർക്ക്, ക്യാരറ്റ്സ്, ഒരു സ്വീറ്റ് ആൻഡ് സവർ പോർക്കിൻ്റെ ലുക്കിൽ റൈസും കൂടെ വെച്ചിരിക്കുന്നു. അമേസിങ് നോ. ഇതൊക്കെ ശരിക്കും ഒരു പ്രോപ്പർ ചൈനീസ് ഫുഡാന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ കഴിച്ചു പോകും. അത്രയും നല്ല രീതിയിലുള്ള ക്വാണ്ടിറ്റിയും ഒരു ഫ്ലേവർ പ്രൊഫൈലും എല്ലാം ഉണ്ട്. കിട്ടുന്ന ഫുഡാണ് ഇത്. നമ്മൾക്ക് നാട്ടിൽ ഇന്ത്യനൈസ് ചൈനീസ് എന്നൊക്കെ പറഞ്ഞ് കിട്ടില്ലേ, നിങ്ങൾക്കിത് ഷാർട്ട് ടേസ്റ്റ് തന്നെയുണ്ട്. മറ്റേ ഭയങ്കര ഒരു റോ ടേസ്റ്റോ ഫിഷ് സോസോ അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല. അത്യാവശ്യം റൈസ് ഉണ്ട്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ഓപ്ഷൻസ് ആണ്. ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മൾ ഫുഡൊക്കെ കഴിച്ച സ്ഥലം മനസ്സിലായി. ഇതിവരുടെ ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. കംപ്ലീറ്റ് ഈ ഫുഡും കോസ്മെറ്റിക്സും സോവനീഴ്സ് ഇവരുടെ സാധനങ്ങൾ മാത്രമേ ഇവർ വിൽക്കുന്നുള്ളൂ. വേറെ കാര്യമായിട്ടുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ഒന്നുമില്ല. കണ്ടോ, ഇതെല്ലാം അവരുടെ ജ്വല്ലറീസ്, അവരുടെ സൺഗ്ലാസസ്, അവരുടെ സോവനീഴ്സ് എല്ലാം അവരുടെ സാധനങ്ങളാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇനി നേരെ ഡൊമസ്റ്റിക്കിൻ്റെ സെക്യൂരിറ്റി ചെക്കിലേക്ക്. ഇത്രയും നേരം എയർപോർട്ടിൽ നടന്നിട്ട് നിങ്ങൾ നോക്കിക്കോട്ടെ, ഫ്രെയിമിൽ കൂടെ ഒരു ഫോറിനറിനെ പോലും കണ്ടിട്ടില്ല. ഒരു ഫോറിനറിനെ പോലും. കംപ്ലീറ്റ് ഇവരുടെ ആൾക്കാർ തന്നെയാണ് ഇവിടെ മൊത്തം വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു 6 മണിക്കൂർ ട്രാൻസിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. ആരും ഇല്ല കേട്ടോ. എനിക്കൊന്ന് ഈ ഫ്ലൈറ്റ് ചിലപ്പോൾ ഓൾമോസ്റ്റ് അല്ല, ഫുള്ളൊന്നും അല്ല. പക്ഷേ ഞാൻ വീണ്ടും പറയാം, ഈ ഫ്ലൈറ്റിൽ ഒറ്റ ഒരു ഫോറിനറും ഇല്ല. ഈ എയർപോർട്ടിലും ഒരു ഫോറിനേഴ്സും ഞങ്ങൾ കണ്ടില്ല. സോ ഇനി ഇവിടെ നിന്ന് ഒരു 4.5 hours ഫ്ലൈറ്റ്. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി. സോ എക്സൈറ്റഡ്. ഒരു നെർവസ്നെസ് ആണ്. നമ്മൾ കുറേ കാലം ഈ പിക്നിക് നമ്മൾ ആഗ്രഹിച്ച് പോകുന്ന തലേ ദിവസം ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു വിഷമമൊക്കെ ഉണ്ടല്ലോ, അത് കഴിയാൻ പോവാണ് അല്ലെങ്കിൽ അത് അടുത്തെത്തി എന്നുള്ളത്. ആ ഫീലിങ്ങിലാണ് ഇപ്പോൾ. ഫൈനലി ബോർഡിങ് തുടങ്ങി. 1 മണിക്കൂർ ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നേ. അയ്യോ, ഞാൻ നോക്കിയിട്ട് എങ്ങനെ അവിടെ പോയി സംസാരിക്കും എന്നാണ്. ഇവർ ഇങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ അവിടെ മൊത്തം എന്ത് ഭാഷ, എന്ത് സ്ഥലം, ഒന്നും അവിടെ പോയിട്ട് വ്ളോഗ്സ് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ ഒന്നും പ്ലാൻഡ് അല്ല, പ്ലാൻ ചെയ്യാം. ഇവരുടെ ഇത് കണ്ട, ഈ എയറോ ബ്രിഡ്ജ് ഒക്കെ ഇത് തന്നെയാണ്. ലൈക്ക് കാർപ്പറ്റ് ഒക്കെ വെച്ച് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്.
ഈ ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് എനിക്കൊന്ന് ഇത്രയും ട്രാവൽ ചെയ്യുന്നതുകൊണ്ടാണ് അവരുടെ എയർപോർട്ട്സ് ഒക്കെ ഇത്രയും സെറ്റപ്പ് ആക്കി ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതും നമ്മുടെ സെയിം ഫ്ലൈറ്റ് പോലെ തന്നെയാണ്, പക്ഷേ ഇതിൽ ബിസിനസ് ക്ലാസ് ഇല്ല. സെയിം 3 ബ്ലൂ കളർ ഇൻറ്റീരിയേഴ്സ്, അപ്പോൾ അത്യാവശ്യം സ്പേസ് ഒക്കെ കാണും. പക്ഷെ ഫ്ലൈറ്റ് ബാക്കിലേക്ക് ഒരുപാട് നീട്ടമുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കി കേട്ടോ, ആരുടെങ്കിലും മുഖം നിങ്ങൾക്ക് വേറെ ഒരു രാജ്യക്കാരുടെ കാണുന്നുണ്ടോ നോക്കാം. ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ. ഓക്കെയോ സെയിം സെറ്റപ്പ് തന്നെ. സോ ഫ്ലൈറ്റിൽ ഇനി ഫുഡ് മാത്രം ഡിഫറെൻ്റ് ആണെങ്കിൽ ഞാൻ കാണിക്കാം. പക്ഷെ ഞങ്ങൾ ഇറങ്ങാൻ പോകുന്ന എയർപോർട്ടിൽ എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെയും അങ്ങനത്തെ ഒരു സെറ്റപ്പ് കാണുന്നത്. അതെന്താണെന്നറിയോ, അവിടെ എത്തിയിട്ട് കാണിക്കാം. അതും കൂടെ കാണിച്ചിട്ട് ഈ ബ്ലോഗ് അവസാനിക്കാം. നിങ്ങൾ ഗസ് ചെയ്യുക ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്. ലാസ്റ്റ് ഒരു ഭയങ്കര ക്ലൂ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. വേറൊരു വിഷമം പറ്റിയെന്താ അറിയോ, ഞാൻ ഈ വിൻഡോ സീറ്റിൽ കിട്ടുമ്പോൾ വിചാരിച്ചു ഫുൾ മറ്റേ മഞ്ഞുമലകളും മഞ്ഞിൻ്റെ കുറേ സാധനങ്ങൾ കാണിക്കാം. പക്ഷേ രാത്രിയായിപ്പോയി, അതുകൊണ്ടൊന്നും കാണിക്കാൻ പറ്റില്ല. വെരി സോറി. എന്തായാലും 4 മണിക്കൂറും 15 മിനിറ്റും കൂടെ ഉണ്ട്. ഈ ഫ്ലൈറ്റിൽ കുറച്ചും കൂടെ ലാവിഷായിട്ടിരിക്കുക. കാരണം ഞങ്ങളുടെ കൂടെ അടുത്തിരുന്നതിന് ഒട്ടും സ്ഥലമില്ല. ഭാഗ്യത്തിന് ഇത്തവണ നടുക്ക ആളില്ല, അതുകൊണ്ട് നല്ല സ്പേസ് ഉണ്ട്. പിന്നെ വേറെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡും കിട്ടും ഈ ഫ്ലൈറ്റിൽ. സോ ഇന്നത്തെ ഡിന്നറും നമുക്ക് ഫ്ലൈറ്റിൽ തന്നെ ആക്കാം. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ തണുപ്പത്ത് പോയി ഡിന്നർ കഴിക്കുന്നത് നടക്കാൻ പോകുന്നില്ല ഇന്ന്, ഉറപ്പാണ്. ഒരാൾ ഒരു വിൻ്റർ ഡ്രസ്സും ഇല്ലാതെ വന്നിരിക്കുന്നുണ്ട്. ഒരു ജാക്കറ്റ്, ഞാൻ കൊടുത്ത ഒരു ജാക്കറ്റ് മാത്രമുണ്ട്. പാൻ്റ് ഇല്ല, വിൻ്റർ ഷൂസ് ഇല്ല. തെർമൽസ് ഉണ്ടോ? അപ്പൊ നോക്കിക്കേട്ടെ, നാളെ തൊട്ട് നോക്കിക്കാ നിങ്ങള്. ഈ മിസ്റ്ററി ഫ്ലൈറ്റിൽ മൊത്തം മിസ്റ്ററി ഫുഡാണ്. ഐ കാൻ ബിലീവ് ഹൗ ദേ ആർ ഡൂയിങ് ഓൾ ദിസ്. ഇതിൽ ഓബിയസ്ലി ദേ ഒരു മറ്റേ ക്രാക്കേഴ്സ് ഉണ്ട്, ചോക്ലേറ്റ് കപ്പ് കേക്ക്. ഓക്കെ, ഇത് കണ്ടോ, ഇത് നമ്മുടെ യാക്കൂട്ടൊക്കെ പോലെയാണെന്ന് തോന്നുന്നു. മറ്റേ ലാക്ടോ, മറ്റേ വയറ് ക്ലീൻ ആവാനുള്ള ഡ്രിങ്ക്. പിന്നെ ഇത് ടിഷ്യൂയും, ഇത് ഡിസ്പോസിബിൾ ടിഷ്യൂ. ഓ മൈ ഗോഡ്, ദ മീൽസ് ലുക്ക് സോ ഗുഡ്. നോ, ഇത് പോക്കാണ്, പോക്ക് ആൻഡ് റൈസ് ആൻഡ് സം ക്യാബേജ്. ഇതിൽ അവരുടെ ഫുഡൊക്കെ ഭയങ്കര സെറ്റാണല്ലോ. ഇവരാരാ ഇത്? ഈ സൈമൻ എയർലൈൻസ്. ആരെങ്കിലും സൈമൻ എയർലൈൻസിൽ ഫ്ലൈ ചെയ്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ആൻഡ് ലെറ്റ്സ് ചെക്ക് ഔട്ട് ദ ടേസ്റ്റ്. സെയിം ഒരു റോസ്റ്റ് പെപ്പർ ഗ്രേവിയിൽ മിൻസ്ഡ് പോക്ക് പോലെ, ഷ്രെഡഡ് പോക്ക്, സോറി. നല്ല ഫുഡ്, നല്ല സർവീസാണ്, നല്ല കംഫർട്ടബിൾ സീറ്റിങ്ങോ, നല്ല ഫ്ലൈറ്റ് ആട്ടോ. അമേസിങ്. പ്രോബയോട്ടിക് ഡ്രിങ്ക് വരെ അവരിതുപോലത്തെ ഒരു ബഡ്ജറ്റ് ഫ്ലൈറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ചൈന, മറ്റേ US-നൊക്കെ ലോക്കൽ എയർലൈൻസിനൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈയിങ് വെറുത്തു. ആൻഡ് ലുക്ക് അറ്റ് വാട്ട് ചൈന ഈസ് ഗിവിംഗ് ടു ദെയർ പീപ്പിൾ. അതന്നെ, ചൈന ഡൊമസ്റ്റിക് സെക്ടേഴ്സിൽ വരെ കൊടുക്കുന്ന ഫ്ലൈറ്റിന്റെ ക്വാളിറ്റി നോക്കിക്കേ. യെസ്, എന്റർടൈൻമെന്റ് സെക്ടർ ഇല്ല, സ്ക്രീൻ ഇല്ല, അതൊക്കെ ഓക്കെ. പക്ഷെ ദേ മേക്ക് ഇറ്റ് അപ്പ് വിത്ത് ഔട്ട്സ്റ്റാൻഡിങ് ഫുഡ്, റിയലി ഗുഡ് സർവീസ് ആൻഡ് ക്ലീൻ ഫ്ലൈറ്റ്സ്. ഇനി എന്തോ സാധനങ്ങൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ടിഷ്യൂ പേപ്പർ ആയിരിക്കും. ഓ, നട്ട്സാ. എന്താ ഇതല്ലേ? ഷോ. അപ്പൊ ഈ ഡൊമസ്റ്റിക് സെക്ടറിന്റെ ബിസിനസ് ക്ലാസ് എന്തായിരിക്കും? ഇൻഡോർ ആണ്. തണുത്ത ഐസാവുന്നു. ഇത് ഇൻഡോർ ആണ്, ഫുള്ളി സെക്യൂർഡ് ആണ്. എല്ലാരും ഞങ്ങളെ നോക്കി കളിയാക്കുന്നത് എന്താ സംഭവം എന്ന്. എവിടെ? ഇൻഡോർ. ജെഫ്രി, നമ്മൾ എയർപോർട്ടിന് അകത്താണ്. കുറെ എയറോ ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങട്ടെ. വീണ്ടും ഇവിടെ ആരുമില്ല. ഹീറ്റർ ഓണാണ്, എന്നിട്ടും വിറയ്ക്കുന്നത്. ഗൈസ്, അതെ,
ഗൈസ് അത് ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിയാം. ഇവിടെ നമ്മുടെ ഫോണും ക്യാമറയും ഒന്നും അധികം നേരം ഉപയോഗിക്കാൻ പറ്റില്ല, ഓഫായി പോകും. പ്ലസ് അതിൻ്റെ പോക്കറ്റ് വാർമേഴ്സ് ഉണ്ട്, ലൈക്ക് ഒരു പാക്കറ്റ് ഉണ്ട്, അത് ഹീറ്റ് ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ വെളിയിൽ താമസിക്കുന്നവർക്കൊക്കെ അറിയാം, നമ്മുടെ ജാക്കറ്റിനകത്തും ഹാൻഡ് വാർമേഴ്സ് ഇല്ലേ, അതുപോലെ ഫോണിന് വേണ്ടിയുള്ള വാർമേഴ്സ് ഉണ്ടെന്നും കേട്ടിട്ടുണ്ട്. സോ അതൊക്കെ വാങ്ങി ഒട്ടിക്കാതെ വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്ന് പോലും അറിയില്ല. ഞാൻ കൊണ്ടുവന്ന വിൻ്റർ ക്ലോത്ത്സ് വെച്ച് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും ഒരു ഇവിടുത്തെ എയർപോർട്ടിൽ നിന്നും കൂടെ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാം. എന്തൊക്കെയാ പറയുന്നത് പോലും എനിക്കറിയില്ല, തണുപ്പിൻ്റെ ഷോക്കില്ല. ആരുമില്ല കേട്ടാ, ഞങ്ങളുടെ ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. നോ വൺ എൽസ് ഇസ് ദെയർ റൈറ്റ് നൗ ഹിയർ. പക്ഷെ ഫുൾ കളർഫുൾ എയർപോർട്ടാണ്. ഇത് കുറച്ചും കൂടെ മോഡേൺ ആണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം ഭയങ്കര ഡെക്കറേഷനാണ്. ഇതുപോലത്തെ ഈ ഫുഡ് ഐറ്റംസും ഫ്ലൈറ്റൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓരോ പോസ്റ്റേഴ്സൊക്കെ വെച്ച് നല്ല കളർഫുള്ളാണ് മൊത്തം. വേറെ എനിക്ക് വളരെ യുണീക്ക് കാര്യം കൂടെ കാണിക്കണമെന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ കണ്ടായിരുന്നു ഇവിടെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് വന്നത്. ഓൾമോസ്റ്റ് -30 ആണ് വെളിയിൽ, -32 ആണെന്ന് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് ഇങ്ങനെ വന്നെന്താണെന്ന് അറിയോ, ആദ്യമായിട്ടാണ് ഞാനൊരു എയർപോർട്ടിൻ്റെ അകത്ത് കാണിച്ചു തരാം. ഡ്രസ്സിങ് റൂം, ചേഞ്ചിങ് റൂം കാണുന്നത്. നമുക്ക് ടോയ്ലറ്റിൽ പോയി ചേഞ്ച് ചെയ്യാം, അതൊക്കെ ഓക്കെ. പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഒരു ട്രയൽ റൂം പോലത്തെ ചേഞ്ചിങ് റൂം അവരിവിടെ വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് എൻ അമേസിങ് തിങ്. നോ, നമുക്ക് സാധാരണ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന് ഇവിടെ വന്ന് ഇതുപോലെ വിൻ്റർ ക്ലോത്ത് ഇട്ടുകൊണ്ട് വെളിയിൽ പോവാം. ഇറ്റ്സ് എ പ്രോപ്പർ ഡ്രസ്സിങ് റൂം. ഒന്ന് ആലോചിച്ച് നോക്ക്, എയർപോർട്ടിൽ ഇതുപോലത്തെ ഡ്രസ്സിങ് റൂം നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സമാധാനമായി. ഇത്രയും വലിയ ട്രാൻസിറ്റ് സാധാരണ ലഗേജ് പോകാനാണ് സാധ്യത. ഭാഗ്യത്തിന് നമ്മുടെ ലഗേജ് ഒക്കെ ഇവിടെ സേഫാക്കിയത് എത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ അവർ നല്ല സ്പെഷ്യൽ കെയറൊക്കെ എടുത്താണ് എത്തിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ മറ്റേ ബാസ്ക്കറ്റിലൊക്കെ ഇട്ടിട്ടാണ് പാക്കൊക്കെ എടുത്തത്. എല്ലാം നമ്മൾ വെറുതെ ഒന്ന് കൺഫ്യൂഷൻ പോലെ തപ്പുന്ന പോലെ നോക്കിക്കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യും. സോ ഞങ്ങളൊന്ന് ഡ്രസ്സ് മാറട്ടെ. വേറൊരു കാര്യം കൂടെ കാണിച്ചു തരട്ടെ. ചൈന ആയതുകൊണ്ട് ഡ്രസ്സിങ് റൂമിലെ സോഫയിലൊക്കെ കുഷനിലൊക്കെ LVയുടെ കവറാണ് കിടക്കുന്നത്. ഓക്കെ, സോ താൽക്കാലികമായിട്ട് ഭയങ്കരമായിട്ടൊന്നും ഡ്രസ്സ് ചെയ്തില്ല. അടിയിലൊരു തേർമൽസ്, ഒരു സ്കീ പാൻസ്, സോക്സ് ഒന്നും ഷൂസ് ഒന്നും മാറ്റിയിട്ടില്ല. അകത്ത് ഒരു ഇന്നർ സ്ലീവ്ലെസ് തെർമൽസ്, പിന്നെ ഒരു ഫുൾ സ്ലീവ് തെർമൽസ്, ഒരു സ്വെറ്റർ, ഒരു ജാക്കറ്റ്, ഒരു തൊപ്പി, ഗ്ലൗസ്. ഇത്രയും തൽക്കാലത്തേക്ക് വെച്ചിട്ടുള്ളൂ, കാറിൽ കയറാനല്ലേ. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെളിയിൽ പോയി ഫസ്റ്റ് തണുപ്പ് നിങ്ങളുടെ കൂടെ ഒന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഈ ഫസ്റ്റ് വ്ളോഗ് അവസാനിപ്പിക്കാം. ട്രാവലിംഗ് ത്രൂ എ മിസ്റ്റീരിയസ് ഫ്ലൈറ്റ് ടു മിസ്റ്റീരിയസ് പ്ലേസസ്, എക്സ്പീരിയൻസിങ് സം അമേസിങ് എന്താ പറയുന്നത്, ഒരു ലൈഫ് ലോങ് മെമ്മറീസ്, ഇസ് സംതിങ് സോ സ്പെഷ്യൽ. ദേ വിൻ്റർ ക്ലോത്ത്സ് വേണമെങ്കിൽ എയർപോർട്ടിൽ നിന്ന് തന്നെ വാങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ട്. നമ്മൾ വിൻ്റർ ഷൂസ്, ഗ്ലൗസ് എല്ലാം എയർപോർട്ടിൽ തന്നെ കിട്ടും. റേറ്റ് ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും, പക്ഷെ നല്ല സാധനങ്ങളായിരിക്കും. ഇവിടുത്തെ തണുപ്പ് താങ്ങണമെങ്കിൽ ഇവിടുന്ന് തന്നെ സാധനങ്ങൾ വാങ്ങണം. അപ്പോൾ ജെഫ്രി, റെഡി ടു എക്സ്പീരിയൻസ് ഫസ്റ്റ് കോൾഡ്? വാ, എന്നിട്ട് വെളിയിൽ പോയ ഉടനെ തണുപ്പും കൂടെ എക്സ്പീരിയൻസ് ചെയ്ത് വ്ളോഗ് അവസാനിപ്പിക്കുവാണ്. റെഡി, 1 2 3. സിനിമയിൽ മാത്രമേ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. മറ്റേ വായിക്കാത്തത് എന്താണ്? അയ്യോ. അപ്പോൾ ഗൈസ്, ഐ എം സോ എക്സൈറ്റഡ് ടു ഷോ ദിസ് പ്ലേസ് ടു യു. ഒന്ന് ഇവിടെ നിന്ന് സെറ്റ് ആവട്ടെ. നാളെ തൊട്ട് നമുക്ക് അടിപൊളി വ്ളോഗുകൾ വരുന്നതായിരിക്കും. നിങ്ങൾ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ സംസാരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് ആവുക. ആൻഡ് ഒരു ഫൈനൽ ക്ലൂ തരാം. Everyone knows cities are almost permanent, right? ഇവിടെ പണിയുന്ന സിറ്റി is only there for 2 months a year, but it costs $500 million. അപ്പോൾ ഗസ് ചെയ്യുക. നാളെ കാണാം. അതുവരെ stay healthy, stay happy, bye.